my dear students. So previous വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് the definition of the concept of limits and some examples and cluster point. So നമ്മൾ ലിമിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള ലിമിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ we are using the definition and trying to establish for every epsilon greater than 0 we are going to find a delta such that 0 less than modulus of x minus c less than delta whenever modulus of f of x minus l less than epsilon. This is our idea. പക്ഷേ എല്ലാ കേസിലും ഈ എപ്സിലോൺ ഡെൽറ്റ കണ്ടീഷൻ വെച്ചിട്ട് ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യുന്നത് വളരെ എളുപ്പമല്ല. സോ വി നീഡ് സം മോർ റിസൾട്ട്സ് ടു എസ്റ്റാബ്ലിഷ് ദ ലിമിറ്റ്സ് മോർ ഈസിലി. അവിടെ നമുക്ക് സാധാരണയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഏത് കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെയും ഇമേജസ് എല്ലിലേക്ക് എടുക്കണം. ദാറ്റ്സ് ദ കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ്. സോ സിയിലേക്ക് അടുക്കുന്ന കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിന് പകരം ഇഫ് യു ടേക്ക് എ സീക്വൻസ് വിച്ച് അപ്രോച്ചസ് ടു സി ദ റിസൾട്ട് ഷുഡ് ഓൾസോ ബി വാലിഡ്. ബിക്കോസ് നമ്മൾ സിയിലേക്ക് അടുക്കുന്ന ഏത് കളക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെ ഇമേജ് എല്ലിലേക്ക് അടുക്കണം എന്ന അതേ ഐഡിയ തന്നെയാണ് സിയിലേക്ക് അടുക്കുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എങ്ങോട്ടെടുക്കണം, എല്ലിലേക്ക് എടുക്കുക എന്നുള്ളത്. സോ using sequence also we can determine whether or not a function has a limit at a particular point. ഈ ക്രൈറ്റീരിയയാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് പോയിൻറ്റ്സ് വി ആർ ആക്ച്വലി ചൂസിങ് സീക്വൻസസ് ടു എസ്റ്റാബ്ലിഷ് വെദർ ഓർ നോട്ട് എ ഫങ്ഷൻ ഹാസ് എ ലിമിറ്റ് അറ്റ് എ പർട്ടിക്കുലർ point. So let us state the theorem. Let f from a to r be a function and c be a cluster point of the set capital A. Then the following statements are equivalent. The first statement is limit x tends to c, f is equal to L, which means f has a limit at the point c, the limit is L. And the second statement is for every sequence xn in A that converges to c such that xn not equal to c for all n, the sequence f of xn converges to L. സോ ഇവിടെ പറയുന്നത് എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്, സി അതിൻ്റെ ക്ലസ്റ്റർ പോയിൻ്റ് ആണ്. അങ്ങനെയാണ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും സിമിലർ ആണ്, അല്ലെങ്കിൽ സെയിം ആണ്, ഇക്വലൻ്റ് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എന്ന് വെച്ചാൽ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റാണ് എൽ എന്ന് പറയുന്നതും ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു ആർബിട്രറി സീക്വൻസ് വിച്ച് കൺവേർജസ് ടു സി ദെൻ എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എൽ. അതായത് ഒരു ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാകണമെങ്കിലും ആ ലിമിറ്റ് എൽ ആകണമെങ്കിൽ ഞാൻ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏതൊരു സീക്വൻസ് എടുത്താലും ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എൽ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്ന് പറയാൻ വേണ്ടി വി ഓൺലി നീഡ് ടു ഫൈൻഡ് എ സീക്വൻസ് എക്സ് എൻ which converges to C such that f of xn does not converges to L. So this is the idea. So നമുക്ക് ഒരു ഫംഗ്ഷന് ഒരു പോയിന്റിൽ ലിമിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി the only thing which need to do is consider all the sequence converging to C and find that whether or not the sequence, the image sequence f of xn converges to L. If f of xn converges to L ആണെങ്കിൽ we can say that the sequence has the function has a limit at C, that limit is equal to L. This is the idea. So ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് സീക്വൻസ് വെച്ചിട്ടാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ദ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിമിറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വി ക്യാൻ ബി ഡൺ യൂസിങ് ദ സീക്വൻസസ് ആസ് വെൽ. ഓക്കെ, സീക്വൻസ് അല്ലെ കൺവേർജൻസ് യൂസ് ചെയ്തും നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റിൻ്റെ അറ്റ് എ പോയിന്റിലുള്ള എക്സിസ്റ്റൻസ്. So let's move on to the proof part. We need to establish the two statements are equivalent. So first we have to assume that
the statement 1 is true, and then we have to prove the statement 2. And secondly, we have to assume statement 2, and then we have to prove statement 1. That's the idea. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ആദ്യം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്തിട്ട് അതിൽ നിന്നും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യണം. രണ്ടാമത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. So first, assume that f has a limit at c. F has a limit capital L at c. That is, limit x tends to c, f is equal to L. Then by definition, for every epsilon greater than 0, there exists a delta greater than 0 such that 0 less than modulus of x minus c less than delta, then modulus of f of x minus L less than epsilon. ഇതാണ് which we are given. Now take a sequence an, xn, which is in A and which satisfies the condition xn converges to C. We have to prove that f of xn converges to L. So by assumption xn converges to C ആയതുകൊണ്ട് for this delta greater than 0, there exists a natural number k such that modulus of xn minus c less than delta for all n greater than or equal to k. കാരണം എക്സൻ കൺവേർജസ് ടു സി ആയതുകൊണ്ട് ഞാനിവിടെ എപ്സിലോണിന് പകരം ഒരു ഡെൽറ്റ എന്ന് പറഞ്ഞ പോസിറ്റീവ് നമ്പറാണ് ചൂസ് ചെയ്തത്. ഓക്കെ, സോ സിൻസ് എക്സൻ കൺവേർജസ് ടു സി വിച്ച് ഈസ് അവർ അസംഷൻ, മോഡുലസ് ഓഫ് എക്സൻ മൈനസ് സി ഷുഡ് ബി ലെസ് ദാൻ ഡെൽറ്റ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, വേർ എക്സൻ ഈസ് ദ സീക്വൻസ് എലമെൻറ്റ് ഓഫ് എ. നൗ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഈസ് ഈക്വൽ ടു എൽ എന്ന് അസ്യൂം ചെയ്തു. സോ ഞാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആകുന്ന എല്ലാ എക്സുകൾ എടുത്തെന്ന് പറഞ്ഞാലും ആ എക്സുകളെല്ലാം എയ്ക്കകത്ത് എലമെൻ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് മൈനസ് എല്ലിൻ്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും, വിച്ച് ഈസ് അവർ അസംഷൻ ബൈ ദ ഡെഫിനിഷൻ. സോ ഇവിടെ നമുക്ക് എക്സെന്നുകൾ കിട്ടി വിച്ച് ആർ ദ പോയിൻറ്റ്സ് ഓഫ് എ which satisfies modulus of xn minus c less than delta. So then by definition of limits, we can say that modulus of f of xn minus L should be less than epsilon for all n greater than or equal to k as well. കാരണം xn മോഡുലസ് ഓഫ് xn മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ, സോ ഇവിടെ എക്സിന് പകരം xn ആയെന്ന് ഉള്ളതേ ഉള്ളൂ. മോഡുലസ് ഓഫ് xn മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ നമ്മൾ അസ്യൂം ചെയ്തു. ബൈ ദ ഡെഫിനിഷൻ കറസ്പോണ്ടിംഗ്ലി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എൻ മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. നൗ xn converges to c ആയതുകൊണ്ട് this should be less than delta after the kth stage for all n greater than or equal to k. Then that assumption should be valid here as well. That is, which implies modulus of f of xn minus L should be less than epsilon for all n greater than or equal to k. That is, which is by definition ഇതൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഇതിനെ ബി എന്നൊരു സീക്വൻസ് ആയിട്ട് വൈ എന്നൊരു സീക്വൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൈ എൻ മൈനസ് എൽ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, വിച്ച് മീൻസ് ദാറ്റ് ദ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എൽ. ഇതായിരുന്നു നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഈസ് ഈക്വൽ ടു എൽ ആണെങ്കിൽ നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഏത് സീക്വൻസ് എടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ 1 ഇംപ്ലൈസ് 2, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് 2 എന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 ഇംപ്ലൈസ് 2. ഇനി നമുക്ക് അസ്യൂം ചെയ്യണം. നൗ വി ഹാവ് ടു പ്രൂവ് statement 2 implies 1. Now statement 2 is for every sequence xn converging to C, f of xn converges to L. For every sequence xn which converges to C, f of xn converging to L. We have to prove that limit x tends to C, f of x or f is equal to L എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We prove this by contraposition. So we prove this by contrapositive argument. ദാറ്റ് ഈസ് നമുക്ക് എ ഇംപ്ലൈസ് ബി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നെഗേഷൻ ബി ഇംപ്ലൈസ് നെഗേഷൻ എ എന്ന് പ്രൂവ് ചെയ്താലും മതി. ഓക്കെ, ദീസ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. അതായത് നോട്ട് ബി, സ്റ്റേറ്റ്മെൻറ്റ് ബി ട്രൂ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എയും ട്രൂ അല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എ ട്രൂ ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബിയും ട്രൂ ആകും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എ എന്ന് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു സി ആകുന്ന എല്ലാ കേസിലും എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എൽ ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് എ. സ്റ്റേറ്റ്മെൻറ്റ് ബി എന്നത് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ആണ്. സോ ബൈ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ് വി അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് എൽ അല്ല, ഈസ് നോട്ട് ഈക്വൽ ടു എൽ, അല്ലെങ്കിൽ എക്സിന് സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്യും. Then we have to prove that there exists a sequence xn converges to C such that f of xn not converges to L. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്താൽ ബൈ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇംപ്ലൈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ വി അസ്യൂം ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്, ഈസ് നോട്ട് ഈക്വൽ ടു എൽ. നൗ നമുക്ക് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സുകളെല്ലാം എല്ലിലോട്ട് അടുക്കുകയാണെങ്കിലാണ് ലിമിറ്റ്സ് ഉള്ളത്. അപ്പോൾ എക്സ് സിയിലോട്ട് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സുകൾ എല്ലിലോട്ട് അടുക്കുന്നില്ലെങ്കിലാണ് അവിടെ ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത്. സോ ബൈ ദിസ് ദർ എക്സിസ്റ്റ്, ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ് ദർ എക്സിസ്റ്റ് so there exists an epsilon naught neighborhood of L such that no matter what delta neighborhood of C is chosen, there exists at least one point x delta which belongs to A and which belongs to V delta of C
such that its image f of x delta is not an element of v epsilon naught of L. സോ നമ്മളിവിടെ പറഞ്ഞത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എൽ ആകണമെങ്കിൽ ഞാൻ എല്ലിൻ്റെ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഞാൻ സിയുടെ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താൽ, ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് എനിക്കൊരു പോയിൻ്റെങ്കിലും കണ്ടെത്താൻ സാധിക്കണം. ആ പോയിൻറ്റിൻ്റെ ഇമേജ് എല്ലിൻ്റെ നെയ്ബർഹുഡിൻ്റെ അകത്ത് കാണില്ല. ഞാൻ സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ആ നെയ്ബർഹുഡിൻ്റെ എല്ലാ പോയിൻറ്റ്സിൻ്റെ ഇമേജും എല്ലിൻ്റെ നെയ്ബർഹുഡിലുണ്ടെങ്കിലാണ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്തെന്ന് പറഞ്ഞാലും ആ നെയ്ബർഹുഡിലെ എല്ലാ പോയിൻറ്റ്സുകളുടെയും ഇമേജ് എല്ലിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടാകില്ല. അതായത് ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഒരു പോയിൻ്റെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും, സച്ച് ദാറ്റ് ആ പോയിൻറ്റിൻ്റെ ഇമേജ് എല്ലിൻ്റെ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഉണ്ടാകില്ല. ദാറ്റ്സ് ദ അസംഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ എപ്സിലോൺ നോട്ടിന് പകരം നമ്മൾ 1/n എന്ന് പറയുന്ന ഒരു സീക്വൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ആ സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടെല്ലാം നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? ഓരോ പോയിൻറ്റ്സ് കണ്ടെത്താൻ സാധിക്കും, സച്ച് ദാറ്റ് ആ പോയിൻറ്റ്സുകളുടെ എഫ് വാല്യൂസ് എല്ലിൻ്റെ നെയ്ബർഹുഡിൽ ഉണ്ടാകില്ല. Now choose epsilon is equal to 1/n for all n element of n. Then by this assumption, if you choose the 1/n neighborhood of C, then there exists a sequence. അതായത് n is equal to 1 ആകുമ്പോൾ സിയുടെ 1 നെയ്ബർഹുഡ് കിട്ടും. ഓക്കെ, ആ നെയ്ബർഹുഡിൻ്റെ അകത്തൊരു പോയിന്റ് കിട്ടും. ആ പോയിന്റിന് x1 എന്ന് കൊടുത്തു. ആ പോയിന്റിൻ്റെ ഇമേജ് ഈ നെയ്ബർഹുഡിൻ്റെ അകത്തില്ല. n is equal to 2 ആകുമ്പോൾ നമുക്ക് 1/2 നെയ്ബർഹുഡ് കിട്ടും. ആ നെയ്ബർഹുഡിൻ്റെ അകത്ത് ഇതുപോലൊരു പോയിന്റ് കണ്ടെത്താൻ സാധിക്കും, x2. ആ പോയിന്റിൻ്റെ ഇമേജ് എല്ലിൻ്റെ നെയ്ബർഹുഡിൽ കാണില്ല. ആൻഡ് പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി ഗെറ്റ് എ സീക്വൻസ് xn സച്ച് ദാറ്റ് modulus of xn 0 less than xn minus c less than 1/n, but its image f of xn is not element of v epsilon of L. So here it is delta, sorry, epsilon അല്ല delta, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സംഭവിക്കില്ല. വിച്ച് മീൻസ് ദാറ്റ് ഇത് ഈ നെയ്ബർഹുഡിൻ്റെ അകത്തില്ല എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്സിലോൺ നോട്ടിനെക്കാട്ടിലും ചെറുതല്ല, അത് എപ്സിലോൺ നോട്ടിനെക്കാട്ടിലും വലുതാണ്. ദാറ്റ് ഈസ് വി ഗെറ്റ് modulus of f of xn minus L is not less than epsilon, is greater than epsilon naught. Okay, for all n. So which means that f of xn എന്ന് പറയുന്ന സീക്വൻസ് എടുത്താൽ അതും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് ചെറുതല്ല, it is bigger. Okay, so it is not less than epsilon means f of xn does not converge to L. That was our objective. നമ്മൾ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻസിൻ്റെ അകത്ത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എൽ എന്നെടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ഷുഡ് ഹാവ് ഫൈൻഡ് എ സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ലെന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹിയർ വി ഹാവ് ഫൗണ്ട് എ സീക്വൻസ് എക്സ് എൻ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജസ് ടു എൽ. സോ
negation B implies negation A, which implies A implies B. ഇവിടെ A എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന സീക്വൻസ്, ദാറ്റ് ഈസ് എക്സ് എൻ കൺവേർജസ് ടു സി ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എൻ കൺവേർജസ് ടു എൽ. ഇതാണ് എ, വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഈസ് ഈക്വൽ ടു എൽ. അതായത് ഏത് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു സി അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്താലും അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ എൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദിസ് ഈസ് ദ ഐഡിയ. ഓക്കെ, സോ നമ്മൾ 1 implies 2 എന്നും പ്രൂവ് ചെയ്തു, 2 implies 1 എന്ന് പ്രൂവ് ചെയ്തു. സോ ദ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇക്വലൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പകരം മറ്റേ സ്റ്റേറ്റ്മെൻറ്റ്സും എഴുതാം. ഓക്കെ, സോ നമുക്കൊരു സീക്വൻസിൻ്റെ കൺവേർജൻസ് അല്ലെങ്കിൽ ഒരു സീക്വൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള ലിമിറ്റ്സിൻ്റെ എക്സിസ്റ്റൻസ് പറയാൻ ഒരു സീക്വൻസ് വെച്ചിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. വി യൂസ് ദ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വി യൂസ് ദ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ്. ദാറ്റ് ഈസ് വി യൂസ് ദാറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മൾ ഒരു ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്നുള്ള അസംഷൻ വെച്ചിട്ടാണ് പോയത്. അത് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു, ഒരു സീക്വൻസ് കണ്ടുപിടിച്ചു. ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. സോ ബൈ കോൺട്രാപോസിറ്റീവ് ആർഗ്യുമെൻറ്റ് ഏതൊരു സീക്വൻസ് എടുത്താലും സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് പോയാൽ ആ ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റാണ് എൽ. ദാറ്റ്സ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്.